ഹായ്, ഹൗ യു ഓൾ? ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറയാം കേട്ടോ. ചില ആൾക്കാർ പെട്ടെന്ന് സൈലൻ്റ് ആവുന്നത് കണ്ടിട്ടുണ്ടോ? സൈലൻ്റ് ആകുന്നത്, അല്ലെങ്കിൽ ചില ആൾക്കാർ നമ്മളോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, നിങ്ങളോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭയങ്കര സൈലൻ്റ് ആയിപ്പോയല്ലോ, പണ്ടത്തെ ആളെ അല്ല, ഒത്തിരി മാറിപ്പോയി. അങ്ങനെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളോട് ഉള്ള പെരുമാറ്റം പെട്ടെന്ന് മാറിയിച്ചിട്ട് ആളൊന്ന് സൈലൻ്റായി പോയതുപോലെ, അല്ലെങ്കിൽ സംസാരം ഒത്തിരി കുറഞ്ഞതുപോലെ, ഒത്തിരി മെച്യൂർഡ് ആയതുപോലെ സംസാരിക്കുന്നത് പോലെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അത് നമ്മളായിട്ട് അവരിൽ വരുത്തിയ മാറ്റങ്ങളായിരിക്കാം. ഈ സൈലൻസ് എന്ന് പറയുന്നത് ചിലർ ചിന്തിക്കും അവൾക്ക് ദേഷ്യമാണ്, അല്ലെങ്കിൽ അവന് ദേഷ്യമാണ്, ആ ഒരു കലിപ്പിലാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. സൈലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യത്തിൻ്റെ പേരിലായിരിക്കും, ചിലപ്പോൾ പിണക്കത്തിൻ്റെ പേരിലായിരിക്കാം സൈലൻ്റ് ആയി പോകുന്നത്. പക്ഷെ ചില സമയത്ത് ചില ആൾക്കാർ സൈലൻ്റ് ആയി പോകുന്നത് അവർക്ക് വേ അവർക്ക് വേണ്ട ആ ഒരു പീസിന് വേണ്ടിയിട്ടായിരിക്കും. കാരണം ചില റിലേഷൻഷിപ്പ് അവരെ ഫൈനലൈസ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ഉണ്ടാവാറുണ്ട് എല്ലാവരുടെ ലൈഫിലും. ഇപ്പം നിങ്ങളുടെ ആണെങ്കിലും എൻ്റെ ലൈഫിലും ആ മൊമെൻറ്റിൽ നമ്മൾ തിരിച്ചറിയുന്ന ആ റിലേഷൻഷിപ്പിന് നമ്മളിട്ട് എഫേർട്ട്, ലവ്, ഇതെല്ലാം വെറുതെയായിരുന്നു എന്ന്. കാരണം ചില റിലേഷൻഷിപ്പ്, ചില ആൾക്കാർ, ഒട്ടും വാല്യൂ ഇല്ലാത്ത ആൾക്കാരുണ്ട് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഫുൾ എഫേർട്ട്, ഫുൾ എനർജി, ഫുൾ ലവ് നമ്മൾ അതിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞ് വെച്ചിട്ട് അതൊന്നും ഒന്നും അല്ലാന്ന് തോന്നുമ്പോൾ നമ്മൾ കുറച്ച് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കും, കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നോക്കാൻ നോക്കും, കുറച്ച് ആർഗ്യുമെൻറ്റ്സ് നടത്തി നോക്കും. ഇതല്ല അതല്ല ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങൾ നടത്തും. ലാസ്റ്റ് പതുക്കെ 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 നമുക്ക് അല്ലെങ്കിൽ അവർക്ക് മടുക്കുന്ന ഒരു സമയം വരും, അവർ ടയേർഡാകുന്ന ഒരു സമയം വരും. അപ്പോൾ അവരെന്ത് ചെയ്യും? മുന്നോട്ട് നടന്ന് ഫിക്സ് ചെയ്യാൻ വെച്ചേക്കുന്ന സ്റ്റെപ്പ് അവർ ബാക്കിലോട്ട് നടക്കും. അപ്പോഴാണ് അവിടെ സൈലൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങളും ചിന്തിക്കുക, അതായത് നമുക്ക് ഒരു വാല്യുബിളും അല്ലാത്ത, ഒരു ഇതും ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ വേണ്ടപ്പെട്ട എനർജി, നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ഇഷ്ടം, നമ്മളുടെ എനർജി, നമ്മളുടെ ആ ഒരു ഫുൾ പീസ് ഓഫ് മൈൻഡ് നമ്മൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കണം. അനാവശ്യമായ ആർഗ്യുമെൻറ്റ്സിന് വേണ്ടിയിട്ട്, അനാവശ്യമായ തോട്ടുകൾക്ക് വേണ്ടിയിട്ട് നമ്മളത് കളയണം. അങ്ങനെ കളയാതിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഓട്ടോമാറ്റിക്കലി ഒരു പീസ് വരും. അത് മേ ബി ചിലപ്പം ആർക്കാണോ അവർക്കെല്ലാം ആ ഒരു മാറ്റം മനസ്സിലാവും എന്താണെന്ന്. എപ്പോഴും ഒരുപോലെ ഇരിക്കാണ്ട്, എപ്പോഴും എല്ലാവർക്കും അവൈലബിൾ ആയി